Kamalesh, good morning. Very good morning, Vinisha. ഏത് രീതിയിലാണ് ഈ പുനഃസംഘടനയ്ക്ക് ശേഷം കെ സുധാകരൻ പക്ഷം പറയുന്നത്? കെ സുധാകരനെ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് അന്വേഷിച്ചാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതിനാൽ തന്നെ കെ സുധാകരനേറ്റ തിരിച്ചടിയല്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ മറുവിഭാഗം പറയുന്നു ഇത് കെ സുധാകരനേറ്റ തിരിച്ചടിയാണ്. പിണറായി വിജയൻ സർക്കാരിനെ നിലത്തിറക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്ന KPCC അധ്യക്ഷ പദവി ഏറ്റെടുത്ത കെ സുധാകരനെ പെട്ടെന്നുള്ള പിന്മാറ്റം വലിയ രീതിയിലുള്ള അപമാനിച്ച് ഇറക്കി വിടലാകുന്നുണ്ട് എന്നൊരു വിമർശനം ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വി ഡി സതീശൻ്റെ എല്ലാ നീക്കങ്ങളും പാളുന്നു. കെ സുധാകരൻ അനുകൂലിയെ അല്ലെങ്കിൽ കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന നോമിനിയെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിലൂടെ വി ഡി സതീശനേറ്റ കനത്ത തിരിച്ചടി എന്ന് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിവാദങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട് ഈ പുനഃസംഘടനയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ. വിനിഷ, തീർച്ചയായും വളരെ കാലങ്ങളായുള്ള ഒരു പോരാണ് കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരുന്നത് ഈ നേതൃപദവിക്ക് വേണ്ടിയിട്ടുള്ള. അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്ന ഘട്ടത്തിൽ ആ സമയത്ത് തന്നെയാണ് കെ സുധാകരനും KPCC അധ്യക്ഷനായി വരുന്നത്. പക്ഷേ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പലതരത്തിലുള്ള ശ്രമങ്ങൾ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. വി ഡി സതീശനെ അനുകൂലിക്കുന്ന ചില ആളുകൾ, വി ഡി സതീശൻ അനുകൂലികൾ മാധ്യമങ്ങളിലൂടെ അടക്കം ഇതിനുവേണ്ടി പലതരത്തിലുള്ള പ്രചരണം നടത്തി, പല വാർത്തകൾ സൃഷ്ടിച്ചു. സുധാകരനെ ഇതാ മാറ്റാൻ പോകുന്നു എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള വാർത്തകൾ പല കാലങ്ങളിലായി കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അതിനെല്ലാം അതിജീവിക്കാൻ കെ സുധാകരന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴെല്ലാം തനിക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ട് എന്ന കാര്യം കെ സുധാകരന് വളരെ കൃത്യമായി അറിയാമായിരുന്നു. ഏറ്റവും ഒടുവിലടക്കം നമ്മളോട് കെ സുധാകരൻ പറഞ്ഞപ്പോൾ തനിക്കെതിരെ ചിലർ ശ്രമിക്കുന്നുണ്ട്, ചില ആളുകൾ കോൺഗ്രസിനകത്ത് തന്നെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ തനിക്കെതിരെയുള്ള ശ്രമങ്ങൾ, തന്നെ പരിഹസിച്ചും അപമാനിച്ചും താൻ സുഖമില്ലാത്ത ആളാണ് എന്ന് വരുത്തി തീർത്തും ഒക്കെ തന്നെ ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് കെ സുധാകരൻ പറയുന്ന സാഹചര്യമുണ്ടായി. കെ സുധാകരനെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതോടുകൂടി വി ഡി സതീശൻ്റെ വിജയമാണ് എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ വി ഡി സതീശന് തന്നെയാണ് വലിയ തിരിച്ചടി ഏറ്റിട്ടുള്ളത് എന്ന കാര്യമാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ മാറ്റണമെന്നും പകരം ആൻ്റണിയെ KPCC അധ്യക്ഷനാക്കി നിയമിക്കണമെന്നുമായിരുന്നു വി ഡി സതീശൻ്റെ ആവശ്യം. അതിനുവേണ്ടിയാണ് വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒടുവിൽ സുധാകരനെ മാറ്റുമ്പോൾ സുധാകര വിഭാഗത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ സുധാകരൻ നിർദ്ദേശിക്കുന്ന ഒരാളെ തന്നെ, സണ്ണി ജോസഫിനെ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് കൊണ്ടുവരുന്നു. അതോടൊപ്പം മറ്റൊരു പ്രഹരം കൂടി വി ഡി സതീശന് ഏറ്റിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നേതൃമാറ്റം അടക്കമുള്ള ചർച്ചകളിൽ വി ഡി സതീശൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചയാളായിരുന്നു MM ഹസൻ. UDF കൺവീനർ എന്ന സ്ഥാനത്ത് നിന്ന് MM ഹസനെ കൂടി മാറ്റി അടൂർ പ്രകാശിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെയും വി ഡി സതീശന് പ്രഹരമേൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജ്യത്ത് ഒരു യുദ്ധ സാധ്യതാ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നിലവിൽ കോൺഗ്രസിനകത്തെ ഈ യുദ്ധം പുറത്തേക്ക് വരാത്തത്. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ വളരെ വൈകി മാധ്യമങ്ങളെ കണ്ടിരുന്നു, രാത്രി വൈകി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്തടക്കം കെ മുരളീധരനും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം KPCC അധ്യക്ഷനെ, പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ യുദ്ധ സാഹചര്യം എന്നുള്ളതാണ്. അത് തമാശ രൂപേണ ആണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ പോലും വളരെ കാര്യമായൊരു കാര്യമാണ്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട, അതായത് ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞു വെച്ചു. ഒരുപക്ഷെ നമുക്ക് ഇന്നലത്തെ വാർത്തകളിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയതുകൊണ്ട് ഇന്നലത്തെ വാർത്തകളിൽ അത് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തനിക്കെതിരെയും കോൺഗ്രസിനകത്ത് ചില നീക്കങ്ങളുണ്ട് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയായി മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാലും കെ മുരളീധരൻ KPCC അധ്യക്ഷനായി വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചിലർ കോൺഗ്രസിനകത്തുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് അതൃപ്തിയുള്ള പലരുമുണ്ട്. ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അതൃപ്തിയുള്ളവരുണ്ട്. പക്ഷേ അതൃപ്തി ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല, എന്തെങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ല എന്ന ഒരു നിലപാട് കഴിഞ്ഞ ദിവസം കെ മുരളീധരനും സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും പുതിയ അധ്യക്ഷനായി സണ്ണി ജോസഫ് വരുമ്പോൾ അത് വി ഡി സതീശനെതിരായ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് രൂപപ്പെട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെ എങ്ങനെ വി ഡി സതീശൻ അതിജീവിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ പാർലമെൻ്ററി പദവി അല്ലെങ്കിൽ പാർലമെൻ്ററി നേതൃത്വത്തിലേക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വരുമ്പോൾ പാർട്ടി നേതൃത്വവും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന തരത്തിലുള്ള ചില നീക്കങ്ങളാണ് വി ഡി സതീശൻ നടത്തിയത്. പക്ഷേ അതിനുള്ള വലിയ തിരിച്ചടിയാണ് വി ഡി സതീശന് ലഭിച്ചിരിക്കുന്നത് ഈ പ്രഖ്യാപനത്തിലൂടെ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തുടർന്നുള്ള കാര്യത്തിലും ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് കരുതാനുമാവില്ല. തുടർന്നുള്ള പ്രശ്നങ്ങൾ,
അതായത് സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റ് സണ്ണി ജോസഫ് പുതിയ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ വി ഡി സതീശനുമായി ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളും എല്ലാം തന്നെ ഇനി കാത്തിരുന്ന് തന്നെ കാണണം. ആ നിലയിലേക്കാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ പോകുന്നത്. വിനിഷ.